ഭാര്യയും മക്കളും ജീവനോട് കൂടി ഇരിക്കണമെങ്കിൽ നീ എന്റെ കൂടെ വരണം. ഞാൻ വരാം. നടക്ക്. ഏറെ വണ്ടികൾ. പോലീസ് വിവരം അറിയിച്ചാൽ നാളെ രാവിലെ കണി കാണുന്നതിന്റെ അച്ഛന്റെ ശവമായിരിക്കും. മക്കളെ തമ്പിയാരെ, സിംഗപ്പൂരിൽ വെച്ച് എന്റെ ആൾക്കാർ താങ്കളെ ഒരു വസ്തു ഏൽപ്പിച്ചു. അതെനിക്ക് കിട്ടി. പക്ഷെ അതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ അതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അയ്യോ, എല്ലാം പോയി നമ്പ്യാരെ, ഒരു ഈയാമ്പാറ്റയെ കൊല്ലുന്ന ലാഘവത്തോടെ എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം എനിക്ക് എന്റെ സമ്പാദ്യങ്ങൾ തിരികെ വേണം. സത്യമായിട്ടും എനിക്കറിയില്ല. അത് വെറുതെ. നിങ്ങളറിയാതെ അത് എങ്ങും പോകില്ല. സത്യം പറ. ഇല്ലെങ്കിൽ നിന്റെ ഓരോ നഖങ്ങളായി ഞാൻ ഊരിയെടുക്കും. പിന്നെ നാക്കും. പിന്നീട് ഒരിക്കലും നിനക്ക് ഒരു സത്യവും പറയാൻ കഴിയില്ല. എന്റെ തമ്പേര്, തല്ലുകൊള്ളാൻ എന്റെ ദേഹത്തിന് ഇടമില്ല. ആ വൈരം എവിടെയാണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്ത് കൊടുത്തേര്. ഈ നാക്കും നഖമൊന്നുമില്ലാതെ. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പ്രതിമ എന്റെ കയ്യിൽ നിന്ന് എന്റെ അമ്മായിച്ചനെ എടുത്തോണ്ട് പോയത്. മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവെ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കരിക്കട്ടെ, പിടിക്കല്ലേ? അതിരിക്കട്ടെ, ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാ. ആ രഹസ്യം പുറത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടായി ഇപ്പൊ പോലീസ് സ്റ്റേഷനാക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാൽ അറിയാം. ഉള്ളു വളഞ്ഞു മെലിഞ്ഞവനെന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പോടെ ഇരിക്കട്ടെ, എനിക്കിപ്പം മനസ്സിലായി. മുതലാളിക്കപ്പം മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം ഇവിടെ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയം ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാൻ? ഇയാളെന്തിനാ വഴി അങ്ങനെ ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കുറഞ്ഞു അവരൊന്നും അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. ഏക്കണ്ടാ? അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ്. ഇവിടെ പഴക്കൊണ്ടൊക്കെ ആൾക്കാർ കൊണ്ട് ടൈം തന്റെ അടവാങ്ങിയൊരു അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും പ്ലീസ്. ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രാന്തോ? ഒന്ന് പോകാം. പ്രാന്തല്ലടോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. താൻ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞേ തരോ? പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ലേ തരില്ല. തരില്ല.
ഇയാൾക്ക് വട്ടേന്ന് ഭ്രാന്ത് കാമഭ്രാന്ത്. ഇനി ഭ്രാന്ത് എടുത്തോണ്ടും കാര്യമില്ല. അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ചേട്ടാ നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നല്ല കാര്യമായി. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തെന്നറിഞ്ഞാൽ അവർ അച്ഛനെയും പിള്ള സാറിനെ ഉപദ്രവിക്കില്ലേ? ഈ കുട്ടിയുടെ വിഷമം കാണുമ്പോഴാ. നീ കുറച്ചുകൂടി ധൈര്യം കാണിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും. ഏതായാലും അച്ഛനെയും പിള്ളച്ചേട്ടനെയും പിടിച്ച സ്ഥിതിക്ക് അവർ നമ്മുടെ അപ്പൂപ്പനെ നോട്ടിടും. അത് നേരാ. പ്രതിമ ട്രേസ് ചെയ്ത് അവരവിടെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ താളം കണ്ടുപിടിക്കാൻ എളുപ്പമായി. അമ്മേ, ഞങ്ങൾ അപ്പൂപ്പന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇനിയിപ്പോ നിങ്ങളും കൂടെ അവരുടെ വായിച്ചും ചാടാനായിരിക്കും. ഓ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. പ്രിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. വാ. നിക്കവിടെ. ചേട്ടത്തിന്റെ സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ. എന്താ? അല്ലെങ്കിൽ മാല ഞാൻ പൊട്ടിച്ചെടുക്കും. അയ്യോ, കള്ളൻ, ആ, കള്ളൻ, എന്നെ വിളിക്ക്. കള്ളൻ. ഉറക്കെ തന്നെ അയ്യോ, വിളിക്ക്. കള്ളൻ. ആൾക്കാര് കൂടട്ടെ. ആ. എന്നെ മാല ഞാൻ ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ. ചുമ്മാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയ നമസ്കാരം. എന്താ? ഒരു നല്ല ഇനം ഡോഗിനെ വിൽക്കാനുണ്ട്. മുതലാളി എല്ലാ വർഗത്തിൽപ്പെട്ട നായ്ക്കളെയും വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല. ഏതായാലും ഒരു പട്ടിക്ക് കൂടി സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഏതാ ഇനം? കരീബിയൻ ഡോഗാ. കരീബിയൻ ഉണ്ടാകോ? അങ്ങനെ ഒരു ഇനമുണ്ടോ? വണ്ടിക്കകത്തുണ്ട്. വന്നാ കാണിച്ചു തരാം. ഓ ഷുവർ. ഇവിടെ കരീബിയൻ അകത്തുണ്ട്. ഹായ്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞേ. എന്നെ അറസ്റ്റ് ചെയ്യോ? ഞാൻ പായി തല്ലേനെ എടുത്തോളെ. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. ആ പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ, നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഓ, ഇറങ്ങി വാടേ. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാണ് റോഡിൽ പാവരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താനും തല്ലിക്കൊള്ളൂ, താനും തല്ലിക്കൊള്ളൂ. അതുകൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്കി വിഷം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊരിക്കളയാലോ? അതേ ഇട്ടിട്ടില്ല. വേണേ നോക്കി. എടോ, സേലത്തെ കൊല്ലം ലോറി വന്നെങ്കിൽ ഇവനത് കേട്ടുവിടി. ഇടക്കിറങ്ങിയെന്ന് പറയണം. ഞാൻ അവസ്ഥയിട്ട് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞു. ഞാൻ വരില്ല. എന്നെ ലോക്കപ്പിൽ എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാ. എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം. ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട്. നിങ്ങൾക്കൊരു പട്ടിക മനസാക്ഷി പോലുമില്ലേ? ഞാൻ പറഞ്ഞത് നേരാണ്. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ. കൊല്ലടാ. സാധാരണ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വെക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സന്തോഷം. കൂടുതൽ ആവേശം കാണിക്കാതെ നീയാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിനക്ക് ഞാൻ 2 ദിവസത്തെ സാവകാശം തരും. അതിനുള്ളിൽ ഓമനക്കുട്ടനെ എനിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട. അച്ഛന്റെയും മനുജന്റെയും ജീവൻ
അതുവരെ എന്റെ കയ്യിലായിരിക്കും. ചെല്ലേ നടക്കണോട്ടോ. സേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസേ, ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും, അതുറപ്പാ. നമസ്കാരം. ഇല്ലാത്തോണ്ട് ഒടിഞ്ഞില്ല. ഇടിച്ചോളൂ. എന്തൊക്കെയായാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സർ, ഞാൻ നേരത്തെ പറയല്ലേ ഇയാൾക്ക് നല്ല സുഖല വട്ടാണെന്ന്. ഇതെത്രയോ? 13. ഇതെത്ര? 14. ഇതോ? 15. എല്ലാത്തിനും 10 കയറ്റുണ്ട്. ഞാൻ തന്നെ കുറച്ചേരത്തേക്ക് ഭ്രാന്തനാവാം. വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം. ഇതാണ് പറ്റിയ സന്ദർഭം. ആ ഭ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ. പ്രൊസീജിയർ നോക്കണ്ടേ സാർ? എടോ, കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും. അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനല്ലേ. തൽക്കാലം നമുക്ക് ഇവനെ മണിയും വൈദ്യുത പ്രതി ചികിത്സയ്ക്ക് വിടാം. അത് വലിയ ചെലവുള്ള കാര്യമല്ല സാർ. അപ്പോ എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട്. അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല. അത്താനെ അവിടെ എത്തിക്ക്. സാർ, ആഹാ, എടാ നീ നോക്കിയതല്ല, തട്ടറി പറയാൻ കയറിയതാ. തൽക്കാലം നീ അവിടെ നല്ലതാക്കണം. നീ ഇങ്ങോട്ട് വരൂ. നിന്നെ ഭ്രാന്താശുപത്രിയിലാക്കാൻ പോവാ. അയക്ക് വട്ടാണോ? അയക്കാ ഭ്രാന്ത്. കാല് പിടിക്കല്ലേ, പോലീസുകാരൻ കാല് പിടിക്കരുത്. നാണക്കേട്. അവരും കൂടെ എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകരുത്. അവിടെ നല്ല സുഖമാണ്. വാ. എന്തോന്ന് സുഖം? എനിക്കൊരു കുഴപ്പമില്ലെന്ന്.